പത്തനംതിട്ട ജില്ലാ ജഡ്ജി എന്ന വ്യാജേന നീലേശ്വരം, ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചു താമസയാത്രാ സൗകര്യങ്ങൾ ഒപ്പിച്ചെടുത്ത പെരുങ്കള്ളന് കോടികളുടെ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നതിൻ്റെ രേഖകൾ പോലീസ് കണ്ടെടുത്തു. വിവിധ ബാങ്കുകളിലായി 920 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയതിൻ്റെ രേഖകളാണ് പത്തനംതിട്ടയിലെ ഷംനാദ് ഷൗക്കത്തിൻ്റെ ബാഗിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. 350 കോടിയുടെ ബാങ്ക് നിക്ഷേപം ഇയാൾക്കുണ്ടെന്നും ചില രേഖകൾ വ്യക്തമാക്കുന്നു. 4.5 കോടി രൂപ പിഴ അടക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ നോട്ടീസും ബാഗിലുണ്ടായിരുന്നു. പിടിച്ചെടുത്ത രേഖകൾ മുഴുവൻ പോലീസ് പരിശോധിച്ചു വരികയാണ്. കാഞ്ഞങ്ങോട്ടുള്ള ഒരു വ്യാജസിദ്ധനെ കാണാനാണ് ഇയാൾ പത്തനംതിട്ടയിൽ നിന്ന് എത്തിയതെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തിങ്കളാഴ്ച രാത്രി 11 മണിക്കാണ് ദേശീയപാതയിൽ കുടുങ്ങിയ ഇയാളെ പോലീസ് കാഞ്ഞങ്ങാട്ടെ ബേക്കൽ ഇന്റർനാഷണൽ ഹോട്ടലിൽ എത്തിക്കുന്നത്. ഭീഷണിയുള്ള ജഡ്ജിയെ സുരക്ഷിത കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പോലീസ് സന്ദേശം കൈമാറുകയും ചെയ്തു. ഇതിനിടയിൽ ഹോട്ടൽ അധികൃതർക്ക് ജഡ്ജി നൽകിയ മേൽവിലാസം അന്വേഷിച്ചപ്പോൾ ജഡ്ജി അല്ല സബ് കളക്ടർ എന്നാണ് നൽകിയതെന്ന് ഹോട്ടൽ മാനേജർ നൈറ്റ് ഡ്യൂട്ടിയിൽ SI സൈഫുദ്ദീനെ അറിയിച്ചു. എന്നാൽ സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ അഡ്രസ്സ് മാറ്റി നൽകിയതായിരിക്കാമെന്ന് SI കരുതി. പുലർച്ചെ 4-നുള്ള മംഗള എക്സ്പ്രസിൽ കയറാനാണ് പോലീസ് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ SI സൈഫുദ്ദീൻ പടന്നക്കാട് ദേശീയപാതയിൽ പോലീസ് വാഹനം നിർത്തിച്ചാണ് തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെട്ടത്. എന്നാൽ ID കാർഡ് ഇല്ലെന്നായിരുന്നു മറുപടി. തുടർന്ന് ബാഗ് പരിശോധിച്ചപ്പോഴാണ് ഗുണ്ടാ ലിസ്റ്റിൽ അടക്കം ഉൾപ്പെട്ടിട്ടുള്ള വമ്പൻ സ്രാവാണെന്ന് വ്യക്തമാക്കിയത്. ഇതിനിടയിൽ ദേശീയപാതയിൽ വെച്ച് വ്യാജ ജഡ്ജിയും SIയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഉന്നയിച്ചായിരുന്നു ജഡ്ജി SIയെ നേരിട്ടത്. പക്ഷേ SIയും പോലീസ് സംഘവും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.